അപ്പോൾ ഈ ഒരു ക്ലീൻ ഏരിയയിൽ നമ്മൾ എല്ലാ ഐറ്റംസും പ്രോപ്പർലി ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസേഴ്സിൻ്റെയും മറ്റ് ചില കട്ടിങ് ഇൻസ്ട്രുമെൻസിൻ്റെയും ഒക്കെ ഷാർപ്നെസ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ഷാർപ്നെസ് ടെസ്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള സിസേഴ്സ്, അതുപോലെ തന്നെ ഓർത്തോ ഇൻസ്ട്രുമെൻറ്റ്സ്, ചില കെർസൺ പഞ്ച്, ബോൺ കട്ടർ, റോങ്ങേഴ്സ്, ഓസ്റ്റിയോട്ടോംസ്, ഇങ്ങനെയുള്ള കട്ടിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഷാർപ്നെസ് കറക്റ്റാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതിന് പ്രത്യേക മെറ്റീരിയൽസ് ഉണ്ട്, അത് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ടേ നമ്മൾ അടുത്ത് പാക്ക് കണ്ടൻസ് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അസംബ്ലി എന്ന പ്രോസസ്സിലേക്ക് പോവുള്ളൂ. ഓരോ പ്രൊസീജിയർ ട്രേകളും അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റുകളുമൊക്കെ നമ്മൾ അസംബിളി ചെയ്യുന്നത് കൗണ്ട് ഷീറ്റ് അല്ലെങ്കിൽ ട്രേ ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റ് നോക്കിയിട്ടാണ്. ഓക്കെ, അത് മെയിനായിട്ട് യൂസർ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമുള്ള ലിസ്റ്റ് ഓഫ് ഐറ്റം, ഓരോ പ്രൊസീജിയറിനും ആവശ്യമുള്ള ലിസ്റ്റ് ഓഫ് ഐറ്റംസ് അതിൽ കാണും. അതാണ് ഈ ഒരു കൗണ്ട് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലും അത് കാണും. അപ്പോൾ ഒരു സ്പെസിഫിക് കൗണ്ട് ഷീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു പ്രൊസീജിയറിന് വേണ്ട ഇൻസ്ട്രുമെൻസിൻ്റെ നെയിം കാണും, എത്ര എണ്ണമാണ് വേണ്ടതെന്ന് നമ്പർ കാണും, അത് ക്വാണ്ടിറ്റി കാണും. ഓക്കെ, പിന്നെ അതിൻ്റെ സൈസ് കാണും, അതിൻ്റെ കാറ്റലോഗ് നമ്പർ അല്ലെ ഐഡൻറ്റിഫിക്കേഷൻ, അതിൻ്റെ നമ്പർ കാണും, അതുപോലെ തന്നെ മാനുഫാക്ചർ ഡീറ്റെയിൽ, ഇത്രയും ആ ഒരു കൗണ്ട് ഷീറ്റിൽ കാണും. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും വെരിഫൈ ചെയ്ത് വേണം നമ്മൾ അസംബ്ലി ചെയ്യാനുള്ളത്. കൂടാതെ നമ്മൾ ഈ ഒരു സെറ്റ് അസംബിൾ ചെയ്ത് പാക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കൗണ്ട് ഷീറ്റും കൂടെ അതിൻ്റെ കൂടെ വച്ചാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നേരെ യൂസർ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇപ്പോൾ OT ആണെങ്കിൽ OTയിൽ പോകുമ്പോൾ അവർക്കത് അതിനകത്തുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ കൗണ്ട് ചെയ്യാൻ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് യൂസർ ഡിപ്പാർട്ട്മെൻറ്റിലെയും CSSDയിലെയും അക്കൗണ്ടബിലിറ്റി എന്ത് ചെയ്യും, കൂട്ടും. ഓക്കെ, എഫിഷ്യൻ്റായിട്ട് നമുക്കത് ട്രാക്ക് ചെയ്യാനും കൗണ്ട് ചെയ്യാനും ഒക്കെ പറ്റും അതിനകത്തുള്ള ഐറ്റംസ് ഓരോ സെറ്റിലെയും. അപ്പോൾ പ്രോപ്പറായിട്ട് കൗണ്ട് ഷീറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അതുപോലെ തന്നെ CSSDയിലും ഇൻസ്ട്രുമെൻ്റ് ലോസ് അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻറ്റുകളുടെ മിസ്സിങ് ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സെറ്റ് അസംബിൾ ചെയ്ത് പാക്ക് ചെയ്യുമ്പോൾ ആ സെറ്റിൻ്റെ കൗണ്ട് ഷീറ്റ് ഒന്നെങ്കിൽ എക്സ്റ്റേണലി നമുക്ക് ആ പാക്കേജിങ്ങിൻ്റെ കൂടെ വയ്ക്കാം, അല്ലെങ്കിൽ ഇൻറ്റേർണലി ആ പാക്കേജിങ്ങിനകത്ത്, ആ സെറ്റിനകത്ത് ഒരു നോൺ ലിൻറ്റിങ് ടവൽ കൊണ്ട് ആ കൗണ്ട് ഷീറ്റിനെ റാപ്പ് ചെയ്ത് അതിനകത്ത് വയ്ക്കാം, സെറ്റിനകത്ത്. അല്ലെങ്കിൽ പ്രത്യേക പൗച്ചസ് ഉണ്ട്, അതിനകത്താക്കി നമുക്ക് വയ്ക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഒരു പാക്കേജിൽ അല്ലെങ്കിൽ ഒരു സെറ്റിലെ കണ്ടൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അസോസിയേഷൻ ഫോർ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെ AAMI സ്റ്റാൻഡേർഡ്സ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വേണം അസംബിൾ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു ട്രേയിൽ ഇൻസ്ട്രുമെൻറ്റുകൾ അസംബിൾ ചെയ്യുമ്പോൾ അതിൽ വയ്ക്കുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും എല്ലാ ഭാഗത്തും യൂണിഫോമായിട്ട് ആ ഒരു സ്റ്റെർലൻ്റ് പെനട്രേറ്റ് ചെയ്ത് എത്തണം. ആ രീതിയിൽ വേണം നമ്മൾ അസംബിൾ ചെയ്യാൻ. അതായത് കുത്തി നെരുകിയൊന്നും വയ്ക്കാൻ പാടില്ല. പിന്നെ ഈ ലോക്കുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മുടെ സിസേഴ്സ്, ടവൽ ക്ലിപ്സ്, ആർട്ടറി ഫോസപ്സ് ഒക്കെ ലോക്ക് ഓപ്പൺ ചെയ്താണ് നമ്മൾ വയ്ക്കേണ്ടത്. അതിനു വേണ്ടി സ്ട്രിഞ്ചേഴ്സ് അല്ലെങ്കിൽ പിൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻ്റ് ഹാങ്ങേഴ്സ് വരുന്നുണ്ട്, അതിൽ നമുക്ക് ഓപ്പൺ പൊസിഷനിൽ വയ്ക്കാൻ കഴിയും. ആ ഒരു ഹോൾഡിങ് ട്രേയിൽ ആ ഒരു ഹോൾഡ് ചെയ്യുന്ന അതിൻ്റെ സ്റ്റാൻഡുണ്ട്, അതിൽ നമ്മളിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ ഹെവിയർ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് എല്ലാം ബോട്ടം സൈഡിലും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് എല്ലാം ടോപ്പിലും വയ്ക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഷാർപ്പായിട്ടുള്ള എഡ്ജുകളുള്ള ഇൻസ്ട്രുമെൻ്റ് എല്ലാം ടിപ്പ് പ്രൊട്ടക്റ്റേഴ്സ് അതിലിട്ട് വേണം നമ്മൾ അസംബിൾ ചെയ്യാനുള്ളത്, അത് ശ്രദ്ധിക്കുക. ഒരുപാട് ഫൈനായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വരുന്ന സെറ്റുകളിൽ നമ്മളൊരു സിലിക്കൺ മാറ്റ് അടിയിൽ ഇടും. ഓക്കെ, അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു സെറ്റിലെ സിമിലർ ആയിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളെ നമുക്ക് ഒരുമിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ ആ ട്രേയുടെ വെയിറ്റ് എന്ത് ചെയ്യണം, ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരു സൈഡിൽ വെയിറ്റ് കൂടുതൽ ഒരു സൈഡിൽ കുറവ്, അങ്ങനെയല്ല, എല്ലാം ഈവനായിട്ട് ഒരേപോലെ വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അസംബിൾ ചെയ്ത് എടുക്കാൻ.
അതുപോലെ തന്നെ എന്തെങ്കിലും കോട്ടൺ പീസ്, പേപ്പർ, അതൊന്നും നമ്മൾ ഈ ഒരു അസംബിൾ ചെയ്യുന്ന ട്രേക്കകത്ത് ഇടാൻ പാടില്ല. അതെന്ന് ഈ ലിൻറ്റുകളൊക്കെ ഉണ്ടാക്കും. ഓക്കെ. പിന്നെ ഈ ബേസിൻസ്, ബൗൾസ് ഇതൊക്കെ സെപ്പറേറ്റ് നമ്മൾ പാക്ക് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നമ്മൾ ട്രേക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റെറിലൻ്റ് കോണ്ടാക്റ്റിനെ എന്ത് ചെയ്യും, തടയും. പിന്നെ ഈ ആർട്ടറി ഫോസപ്സ് പോലുള്ള കർവ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വരുമ്പോൾ അതിൻ്റെ ആ കർവായിട്ടുള്ള വളഞ്ഞ പാർട്സ് എല്ലാം ഒരേ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ അറേഞ്ച് ചെയ്ത് എടുക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പാക്ക് കണ്ടൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അസംബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ ഇൻസ്ട്രുമെൻ്റ് സെറ്റുകളും മറ്റ് പ്രൊസീജിയർ ട്രീസൊക്കെ അസംബിൾ ചെയ്യുമ്പോൾ ചില ഇൻസ്ട്രുമെൻറ്റ്സ് മിസ്സിങ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് മെയിനായിട്ടും ബാധിക്കുന്നത് ഏത് യൂസർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെറ്റിൽ നിന്നാണോ ഇൻസ്ട്രുമെൻ്റ് മിസ്സിങ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷനെ അത് ബാധിക്കും. ഓക്കെ. അതുകൊണ്ട് തന്നെ യൂസർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും പ്രോപ്പറായിട്ട് കൗണ്ട് ചെയ്ത് CSSDയിലേക്ക് അയക്കേണ്ടത്. ഓക്കെ. എന്തിന്? റീപ്രോസസ്സിങ്ങിന് വേണ്ടി, പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം. അപ്പോൾ നമ്മുടെ CSSDയിലും ഓരോ സെറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയും മറ്റ് അസംബ്ലിക്ക് വേണ്ടിയൊക്കെ ബാസ്ക്കറ്റുകളിലോട്ട് മാറ്റുമ്പോൾ അതും പ്രത്യേകം ടാഗുകൾ അല്ലെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യുക. എന്തിന്? ഈ ഒരു മിസ്സിങ് ഒഴിവാക്കാൻ വേണ്ടി ഇൻസ്ട്രുമെൻറ്റുകളുടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സെറ്റുകളും അറേഞ്ച് ചെയ്യുമ്പോൾ അതിലെ ഒന്നോ രണ്ടോ ഇൻസ്ട്രുമെൻറ്റ് മിസ്സിങ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ട്രേ, ആ ഒരു സെറ്റ് ഇൻകംപ്ലീറ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ആ സെറ്റിന് പുറത്ത് ഇൻകംപ്ലീറ്റ് ലേബൽ ഒട്ടിക്കുകയും ആ ലേബലിൽ കൃത്യമായിട്ട് ഏത് ഇൻസ്ട്രുമെൻ്റാണ് മിസ്സിങ് എന്നും അത് മിസ്സായ ഡേറ്റ് അല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ കാരണം അതെല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുകയും ചെയ്യണം.